നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പലപ്പോഴും പ്രവാസികൾക്ക് അപകടം സംഭവിച്ചാൽ അത് വെറും അറിയിപ്പായി മാത്രം വീട്ടിലെത്തുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. പലയിടത്തും നമുക്കായി സാമൂഹ്യ സംഘടനകൾ പ്രവർത്തിച്ചു വരികയാണ്. എത്ര പേരാണ് നമ്മുടെ പ്രവാസികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നത്. എന്നാൽ ഈ വാർത്ത അങ്ങനെ കാണുവാനാകില്ല. അത്തരത്തിൽ ദയനീയമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചരക്കുകപ്പലിൽ ജീവനക്കാരനായിരുന്ന മകനെ ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് കാണാതായെന്ന വിവരം മാത്രമാണ് 2 വർഷങ്ങൾക്കിപ്പുറം ഈ അമ്മയ്ക്ക് അറിയാവുന്നത്. മകനെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. എന്തു പറ്റിയെന്ന് സർക്കാരോ അധികൃതരോ ഇതുവരെ അറിയിച്ചിട്ടുമില്ല. കണ്ണീരോടെ മകൻ വരുന്നതിനായി കാത്തിരിക്കുകയാണ് തിരുവനന്തപുരത്തെ ഈ കുടുംബം. പാപ്പനംകോട് സ്വദേശി എബി ചന്ദ്രൻ ഗ്ലോസം എന്ന ചരക്കുകപ്പലിൽ ജീവനക്കാരനായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലേക്ക് 2020 പോയ എബിയെ കുറിച്ചാണ് ഒരു വിവരവുമില്ലാത്തത്. കടലിൽ വീണ് കാണാതായി എന്നറിയിച്ചതല്ലാതെ എന്ത് സംഭവിച്ചെന്ന് സ്ഥിരീകരണമില്ലെന്നാണ് കുടുംബം പറയുന്നത്. കാണാതായി എന്ന് വിധിയെഴുതി തിരച്ചിൽ അവസാനിപ്പിച്ചു എങ്കിലും ഈ അമ്മയ്ക്ക് പ്രതീക്ഷ കൈവിടാൻ സാധിക്കില്ല. കുടുംബത്തിന്റെ തണലായിരുന്ന മകനെ നഷ്ടമായതോടെ നീറി ജീവിക്കുകയാണ് ഈ അമ്മ. 2020 മാർച്ച് 9-നാണ് 30-കാരനായ എബി ചന്ദ്രൻ വിശാഖപട്ടണത്ത് നിന്നും കപ്പൽ കയറുന്നത്. 4 മാസങ്ങൾക്ക് ശേഷം ആദ്യം പറഞ്ഞത് കപ്പലിന് ഒരു അപകടം സംഭവിച്ചു എന്നായിരുന്നു. പിന്നീടാണ് എബിയും മുംബൈ സ്വദേശി സുഹൃത്തും കപ്പലിൽ നിന്ന് കടലിലേക്ക് വീണുപോയതാണെന്ന് അറിയുന്നത്. സുഹൃത്ത് നീന്തി രക്ഷപ്പെട്ടെങ്കിലും എബിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും പിന്നീട് വിവരം ലഭിച്ചു. എന്നാൽ കാണാതാവുന്നതിന് 2 ദിവസം മുമ്പ് വിളിച്ചപ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ മൊറീഷ്യസ് എന്ന സ്ഥലത്താണുള്ളതെന്നാണ് അറിയിച്ചത്. മകനെ കണ്ടെത്താനായി സഹായം തേടി മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും അടക്കം അച്ഛൻ രാമചന്ദ്രൻ പലതവണ പരാതി നൽകിയിരിക്കുകയാണ്. കാണാതായി എന്ന വിവരത്തിനിപ്പുറം ഏതെങ്കിലും ഒരു ദിവസം മകൻ മടങ്ങിയെത്തുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്നെങ്കിലും കൃത്യമായി അറിയണമെന്ന് ഈ കുടുംബം അപേക്ഷിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.